രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രമായ കൂലി റിലീസായി. പുലർച്ചെ തന്നെ കേരളത്തിലും കർണാടകയിലും ഷോ ആരംഭിച്ചു. രാവിലെ 9 മണിക്കാണ് തമിഴ്നാട്ടിലെ ആദ്യ ഷോ. അഭിനയ ജീവിതത്തിൽ 50 കൊല്ലം പൂർത്തിയാക്കിയ രജനി നായകനാകുന്ന 171 ചിത്രമാണിത്. അമീർ ഖാൻ, പൂജ ഹെഗ്ഡെ, നാഗാർജുന, ഉപേന്ദ്ര റാവു, സത്യരാജ്, സൗബിൻ, ശ്രുതി ഹാസൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. റെക്കോർഡ് ബുക്കിംഗ് ആണ് ചിത്രം നേടിയിരിക്കുന്നത്. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ശ്രീജിത് ശ്രീകുമാർ പാലക്കാട് നിന്നും YS അഭിനന്ദ് കൊച്ചിയിൽ നിന്നുമുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അരനൂറ്റാണ്ട് പിന്നിടുന്ന സ്റ്റൈൽ മന്നൻ, ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ദേവ തിയേറ്ററുകൾ ഇളക്കി മറിക്കുമോ? തീർച്ചയായും ഉറപ്പായും ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് ക്രിസ്റ്റീന. ഒരു സംശയവും വേണ്ട. തമിഴ്നാട്, കോയമ്പത്തൂർ, പഴനി അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ ചേട്ടാ പടം തുടങ്ങിയ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. കണ്ടില്ല, വന്നിട്ട് പറയാം. തീർച്ചയായും അതാണ് തിയേറ്ററിനകത്തേക്ക് ആളുകൾ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 മിനിറ്റ് വൈകിയതിന്റെ വിഷമമൊക്കെ അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും പടം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തിയേറ്ററിനകത്താണുള്ളത്. നിറയെ ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ആണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും നിറഞ്ഞ സദസ്സാണ്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ തന്നെയുണ്ട്. സൗബിൻ നമ്മുടെ മലയാളികളുടെ സ്വന്തം സൗബിൻ അഭിനയിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. നാഗാർജുന അടക്കം, അതുപോലെ തന്നെ കമൽഹാസന്റെ മകൾ ശ്രുതി ഹാസൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. നമ്മൾ രാവിലെ വരുമ്പോൾ അത് ആ ഒരു രംഗമായിരുന്നു കണ്ടത്. എന്തായാലും നമുക്ക് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അവരെ നമ്മൾ അധിക സമയം ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. നിറഞ്ഞ പ്രേക്ഷകരാണ്, രജനീകാന്തിൻ്റെ സ്വന്തം ആരാധകരാണ്. സ്വാഭാവികമായി അവർക്ക് ആ സിനിമയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാലക്കാടാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്ക് മാത്രമാണ് റിലീസെങ്കിൽ കേരളത്തിൽ അതല്ല, 6 മണിക്ക് തന്നെ ഇവിടെ പാലഭിഷേകവും കുട്ടും കുരവയുമായി കുറേ ആളുകൾ ഉണ്ടായിരുന്നു. നിറഞ്ഞ സദസ്സാണ്. പ്രിയദർശിനി, പ്രിയ അടക്കം, അരോമ അടക്കമുള്ള മുഴുവൻ തിയേറ്ററുകളിലും ഇപ്പോൾ ആ ഷോ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കയ്യടി, രജനീകാന്തിൻ്റെ സീൻ വരുന്ന ഒരു സമയമാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത്. എന്തായാലും കൂലി പൊളിക്കും എന്ന കാര്യത്തിൽ രജനീകാന്തിൻ്റെ ആരാധകർക്ക് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ 50 വർഷം നീണ്ട ആ ഒരു സിനിമാ ജീവിതത്തിലെ ഈ ഘട്ടത്തിലെ അവസാനമായി ഇറങ്ങുന്ന ഈ ചിത്രം അത് കാണാൻ വേണ്ടി പ്രേക്ഷകർ തയ്യാറെടുത്ത് അവർ തിയേറ്ററിനകത്ത് ഇരിക്കുകയാണ്. ക്രിസ്റ്റീന, ഉന്മേഷം. ഇപ്പോൾ ഒരു ആരാധകന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ഇനി. സൂപ്പർ സ്റ്റാറിന്റെ പടം അടിപൊളിയായി വരും. റെയിൽവേ കോളനി എല്ലാ തവണയും വരാറുണ്ടോ ഇതുപോലെ? പഴനിന്ന് വന്നാണ്. മലയാളം അറിയാം, തമിഴ് അറിയാം, നന്നായി എല്ലാം അറിയാം. പ്രതീക്ഷയുണ്ട് അല്ലേ? അടിപൊളിയാവും. അതാണ്ടോ പ്രതീക്ഷയുണ്ടോ? പൊളിക്കും. എത്ര കാലമായി രജനീകാന്തിന്റെ സിനിമ കാണാൻ തുടങ്ങിയിട്ട്? ഉറപ്പ്. YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്തൊക്കെയാണ് കൊച്ചിയിലെ കാഴ്ചകൾ? അഭിനന്ദ്. ഉന്മേഷ്, കൊച്ചി ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിലാണുള്ളത്. ഇവിടെയാണ് കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത്. ഇവിടെ 4 സ്ക്രീനുകളാണുള്ളത്. ഈ 4 സ്ക്രീനുകളിലും ഇന്ന് കൂലിയായിരിക്കും പ്രദർശനത്തിനെത്തുക. രാവിലെ മുതൽ തന്നെ താരങ്ങളൊക്കെ ഇവിടെ സിനിമ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സരയുവിൻ്റെയും ഗോവിന്ദ പത്മസൂരിയുടെയും ബാലയുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഈ സമൂഹ മാധ്യമത്തിലടക്കം ആദ്യഘട്ടത്തിലൊക്കെ ഈ ഓഡിയോ ലോഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട താരങ്ങളുടെയൊക്കെ വേഷം, ഒപ്പം തന്നെ താരങ്ങളുടെ പ്രതിഫലം ഒക്കെ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കൂലി. അപ്പോഴത്തെ LCU ആകുമോ? ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് 50 വർഷം പിന്നിടുന്ന രജനീകാന്തിന്റെ ചിത്രം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് രാവിലെ ഇവിടേക്ക് എത്തുന്നത്. കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പോയിട്ടുള്ള ഒരു തിയേറ്ററുകളിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫാൻ ഷോ അടക്കം ഇവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം. എന്തായാലും ഇപ്പോൾ ചിത്രം റിലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. മറ്റൊരു കൗതുക കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. രജനീകാന്തിൻ്റെ വേഷമൊക്കെ അതുപോലെ തന്നെ ഇട്ട് രജനീകാന്തിൻ്റെ സ്റ്റൈലിൽ തന്നെ ഒരു കോഴിക്കോട് സ്വദേശി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഭയങ്കര വൈബായിട്ട് നിൽക്കുകയാണല്ലേ? അതെ, ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് പടത്തെ കുറിച്ചിട്ട്. ലോകേഷ് കനകരാജ് പുള്ളി LCU ആണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം.
പ്രധാനമായിട്ട് നമ്മുടെ സൗബിനൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു വൻ താരനിരയുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ മാസ്മരി പ്രകടനം ഉണ്ടോ? അമീർ ഖാൻ, സൗബിൻ ഖാൻ മലയാളത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. അതിനാണ് ഉന്മേഷ് പറയുന്നത്. സൗബിനുണ്ട്, നാഗാർജുന, അമീർ ഖാൻ, രജനീകാന്ത് എല്ലാവരും കൂടി ഒരുമിക്കുന്ന ഒരു ചിത്രം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിന് വലിയ പ്രചാരം ഇതിലൂടെ തന്നെ സമൂഹ മാധ്യമത്തിലടക്കം ഉണ്ടായിരുന്നു. അതിന്റെ അലയൊലികൾ യഥാർത്ഥത്തിൽ കൊച്ചിയിലുമുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നിരുന്നു. ഇന്ന് രാവിലെയും ഫാൻ ഷോ ഇവിടെ സംഘടിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ റിലീസ് ആരംഭിച്ചതിന് പിന്നാലെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഉന്മേഷ്, ക്രിസ്റ്റീന. കൊച്ചിയിലെ ആരാധകരുടെ പ്രതികരണത്തിലേക്ക് കൂടി. എക്സൈറ്റ്മെന്റില്ല പടം. എത്ര മണിക്ക് എത്തി? ഞങ്ങളൊരു 5 മണി 5:15 എത്തി. പടം 100 കോടി ഉറപ്പ്. 100 കോടി ഉറപ്പ്. ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ആവേശം ആണ് ഇപ്പോൾ കണ്ടത്. എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ ഗോവിന്ദ് പത്മസൂര്യ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു സിനിമ ആവട്ടെ. കാരണം ഇത്രയും ആൾക്കാർ ഇത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാം സോൾഡ് ഔട്ടായി, എല്ലാം രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ആർജവത്തോട് കൂടിയിട്ട് വന്നിട്ട് സിനിമ കാണുമ്പോൾ അതൊരു റിസൾട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. നല്ല എക്സൈറ്റ്മെന്റിലാണ്. സിനിമ ഗംഭീരമാണെങ്കിൽ ഇതൊരു നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി മാറും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹൈ എക്സ്പെക്ടേഷൻ തന്നെയാണ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ. ഒരു രജനി സാർ ഫാൻ എന്നുള്ള രീതിയിൽ സന്തോഷമുണ്ട്. പിന്നെ സിനിമ ആഘോഷിക്കപ്പെടുന്ന കാണുമ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മുടെ സൗബിനിക്ക് ഉൾപ്പെടെ അതും ഒരു നമുക്ക് മലയാളി എന്നുള്ള രീതിയിലൊരു സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.